ഇന്നത്തെ വീഡിയോയിൽ നല്ല സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതും എന്നാൽ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന കറികളൊക്കെ ആയിട്ടുള്ള നല്ലൊരു നാടൻ ഊണിൻ്റെ റെസിപ്പിയാണേ. ആദ്യം ഞാൻ ഉണ്ടാക്കുന്നത് ഉരുളക്കിഴങ്ങ് മെഴുക്ക് പുരട്ടിയാണ്. വെളിച്ചെണ്ണ ചൂടായി കഴിയുമ്പോഴേക്കും അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് കറിവേപ്പിലയും വറ്റൽമുളകും ഇട്ട് കൊടുക്കാം. ഇനി ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി കുറച്ച് മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. സവാള നന്നായി വഴണ്ടി വരുമ്പോഴേക്കും അതിലേക്ക് കുറച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങും കൂടി ചേർത്ത് കൊടുക്കാം. ഉരുളക്കിഴങ്ങിലേക്ക് മസാല നന്നായി ചേർത്ത് ഇളക്കിയ ശേഷം അടച്ചു വെച്ച് വേവിക്കാം. ഞാനിതിൻ്റെ അകത്ത് വെള്ളം ഒഴിക്കാതെ ആവിയിലാണ് വേവിച്ചെടുക്കുന്നത്. അപ്പോൾ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും ഉരുളക്കിഴങ്ങ് കഴിക്കാനായിട്ട്. ഇനി വൻപയർ തോരൻ ഉണ്ടാക്കാം. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് കടുക് ഇട്ട് കൊടുത്ത് കറിവേപ്പിലയും വറ്റൽമുളകും ചുമന്നുള്ളിയും ചേർത്ത് കൊടുക്കാം. ഇനി അരപ്പ് ചേർത്ത് കൊടുക്കാം. ഈ അരപ്പിലേക്ക് ഞാൻ തേങ്ങയും പച്ചമുളകും കറിവേപ്പിലയും ചുമന്നുള്ളിയും ഒന്നോ രണ്ടോ വെളുത്തുള്ളിയും ചേർത്ത് ജസ്റ്റ് ഒന്ന് മിക്സിയിൽ കറക്കിയെടുത്തതാണ്. ഇനി ഇതിൻ്റെ പച്ചമണം മാറുന്നേരം വരെ നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ഇനി ഇതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന വൻപയർ ചേർത്ത് കൊടുക്കാം. ഇനി അരപ്പൊക്കെ വൻപയറിലേക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇത് വളരെ വേഗത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു തോരൻ കറിയാണ്. പയർ നന്നായിട്ട് വേവിച്ച് വെച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ അരപ്പൊക്കെ ചേർത്തിളക്കി ഒരു 2-3 മിനിറ്റിനുള്ളിൽ നമുക്ക് എടുക്കാവുന്നതാണ്. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. പയർ ഉപ്പിട്ടാണ് വേവിച്ചത്, അതുകൊണ്ട് കുറച്ച് ഉപ്പിട്ട് കൊടുത്താൽ മതി. വളരെ വേഗത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള വൻപയർ തോരൻ ഇവിടെ റെഡിയായിട്ടുണ്ട്. ഉരുളക്കിഴങ്ങ് മെഴുക്ക് പുരട്ടി ഇവിടെ റെഡിയായിട്ടുണ്ട്. ഇതൊരു ശകലം പോലും വെള്ളം ചേർക്കാതെ ആവിയിൽ തന്നെ വേവിച്ചെടുത്തതാണ്. ഈ ഉരുളക്കിഴങ്ങ് മെഴുക്ക് പുരട്ടിക്ക് നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. ഇനി ഉണ്ടാക്കുന്നത് ബീട്രൂട്ട് തോരനാണ്. വെളിച്ചെണ്ണ ചൂടായി കഴിയുമ്പോഴേക്കും അതിലേക്ക് കടുകിട്ട് കറിവേപ്പിലയും വറ്റൽമുളകും ചുവന്നുള്ളിയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് അരപ്പിട്ട് കൊടുക്കാം. തോരൻ കറികളുടെ അരപ്പുകളൊക്കെ ഏകദേശം സെയിം തന്നെയാണ്. തേങ്ങയും പച്ചമുളകും കറിവേപ്പിലയും ചുവന്നുള്ളിയും വെളുത്തുള്ളിയൊക്കെയാണ് സാധാരണ തോരൻ കറിക്ക് അരപ്പിന് വേണ്ടി ഉപയോഗിക്കുന്നത്. ഇനി ഇതിലേക്ക് ബീട്രൂട്ട് ചെറുതായി അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം. ഒരു സവാളയുടെ പകുതി ചെറുതായി അരിഞ്ഞതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എല്ലാം നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് അടച്ചു വെച്ച് വേവിക്കാം. ബീട്രൂട്ട് വളരെ വേഗത്തിൽ റെഡിയായി കിട്ടുന്ന ഒന്നാണ്. ബീട്രൂട്ട് തോരനും ഇവിടെ റെഡിയായിട്ടുണ്ട്. ഇനി നല്ലൊരു ഫിഷ് ഫ്രൈ ഉണ്ടാക്കാം. ഓയിൽ ചൂടായി കഴിയുമ്പോഴേക്കും അതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് കലാഞ്ചിയാണ്. സാധാരണ ഫിഷ് ഫ്രൈ ചെയ്യാൻ ഉപയോഗിക്കുന്ന മസാല തന്നെ ഇതിന് എടുത്തിരിക്കുന്നത്. മുളക് പൊടിയും കുരുമുളക് പൊടിയും മഞ്ഞൾ പൊടിയും ഉപ്പും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കുറച്ച് വെളിച്ചെണ്ണയും ഇതിൻ്റെ മസാല ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ എടുത്തിരിക്കുന്നത്. ഇനി മോര് കാച്ചിയെടുക്കാം. അതിനുവേണ്ടി വെളിച്ചെണ്ണ ചൂടായി കഴിയുമ്പോഴേക്കും അതിലേക്ക് കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് കറിവേപ്പിലയും വറ്റൽമുളകും ചുമന്നുള്ളി ഇട്ട് കൊടുക്കാം. കുറച്ച് മുളക് പൊടി കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് അടിച്ചു വച്ചിരിക്കുന്ന മോര് ചേർത്ത് കൊടുക്കാം. ജീരകവും മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇഞ്ചിയും ചേർത്താണ് ഞാൻ ഈ മോര് അടിച്ചെടുത്തിരിക്കുന്നത്. ചോറ് കുക്കറിലാണ് വേവിച്ചെടുത്തത്. ഇത് പാലക്കാടൻ മട്ട റൈസാണ്. ഇതൊരു 2 അടിയൊക്കെ അടിക്കുമ്പോഴേക്കും ഇവിടെ കിട്ടുന്ന അരി വെന്ത് കിട്ടാറുണ്ട്. ഇനി ഇത് ഊറ്റിയെടുക്കാം.
വളരെ വേഗത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നതും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതുമായ കറികളൊക്കെ ആയിട്ടുള്ള നാടൻ ഊണ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ ഇത്രയും ഉണ്ടാക്കിയെടുക്കാൻ ഏകദേശം 1 മണിക്കൂർ താഴെ ആയിട്ടുള്ളൂ. അപ്പോൾ റെസിപ്പി ഇഷ്ടമാണെങ്കിൽ എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ.